ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കാരണ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, വെളിപാടിൻ്റെ പുസ്തകത്തിലൂടെ തന്നെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഗാഢമായി അത് പ്രാർത്ഥിക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാണ്. കാരണം വെളിപാട് 1:3 ദൈവവചനമെല്ലാം വിശുദ്ധ ലിഖിതം ദൈവനിവേശിതമാണ്. അത് വായിക്കുകയും ശ്രവിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, വെളിപാടിൻ്റെ പുസ്തകത്തിലെ 7 തവണ ബ്ലെസ്സഡ് ഭാഗ്യവാന്മാർ എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് 1:3 ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. വെളിപാട് 1:3, അതായത് വെളിപാട് ഈ പുസ്തകം വായിക്കുകയും പാലിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. 1. 2. വെളിപാട് 14:13 എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ മുക്തി അടയുന്നവർ അനുഗ്രഹീതരാണ്, ബ്ലെസ്സഡ്. അപ്പോൾ രണ്ടാമത്തെ 3 വെളിപാട് 16:15 ഇതാ ഞാൻ കള്ളനെ പോലെ വരുന്നു, മറ്റുള്ളവരുടെ മുൻപിൽ നഗ്നനായി ലജ്ജിതരായി തീരാതെ ശുഭ്രവസ്ത്രം ധവളവസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ. വിശുദ്ധിയുടെ പാതയാണ് അവിടെ പറയുന്നത്. കള്ളനെ പോലെ ഞാൻ വരുന്നു, നഗ്നനായി മറ്റുള്ളവരുടെ മുൻപിൽ ലജ്ജിതരായി തീരാതെ ധവളവസ്ത്രം ശുഭ്രവസ്ത്രം ധരിച്ച് ഉണർന്നിരിക്കുന്നവൻ ഭാഗ്യവാൻ. വെളിപാട് 16:15 3 വെളിപാട് 19:9 എഴുതുക, കർത്താവിൻ്റെ വിവാഹ വിരുന്നിനെ വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. വീണ്ടും ബ്ലെസ്സഡ്, ഭാഗ്യവാൻ. കർത്താവിൻ്റെ വിവാഹ വിരുന്നിനെ വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. 19:9 യോഹന്നാന്റെ വെളിപാട് 20:6 ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകൊള്ളുന്നവർ അനുഗ്രഹീതരും പരിശുദ്ധരുമാണ്. വീണ്ടും ബ്ലെസ്സഡ്. ആരാണ് ബ്ലെസ്സഡ്? ഭാഗ്യവാന്മാർ, അനുഗ്രഹീതർ. അടുത്തതായിട്ട് 6ാമത്തെ തിരുവചനം വെളിപാട് 22:7 ഇതാ ഞാൻ വേഗം വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവർ ഭാഗ്യവാന്മാർ, അനുഗ്രഹീതർ. ഇതാ ഞാൻ വേഗം വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവർ പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ, വീണ്ടും അനുഗ്രഹിക്കപ്പെടുന്നു. 7ാമത്തെ ബ്ലെസ്സിംഗ് ആണ് അധ്യായം 22:19 തിരുവചനം. ജീവന്റെ വൃക്ഷം അവകാശം ലഭിക്കാനും അതിൻ്റെ കവാടങ്ങളിലൂടെ നഗരങ്ങളിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാൻ. ഇവിടെ അങ്കികൾ കഴുകി അതായത് വിശുദ്ധിയുടെ മേലങ്കി കൊണ്ട് നമ്മളെ ധരിപ്പിക്കുകയാണ് വെളിപാടിൻ്റെ പുസ്തകം. പ്രത്യാശയിലേക്ക് നയിക്കുകയാണ്. സ്നേഹത്തിൻ്റെ അപ്പസ്തലനായ യോഹന്നാന്റെ യേശുവിനോടുള്ള എല്ലാ സ്നേഹവും നമ്മിലേക്ക് പകരുകയാണ്. അപ്പം നമ്മുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ, ജീവന്റെ വൃക്ഷത്തിലെ അവകാശം ആ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇങ്ങനെ വെളിപാടിൻ്റെ പുസ്തകം 1 മുതൽ 22 വരെ നമ്മൾ വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ മുഴുവനും അനുഗ്രഹിക്കപ്പെടുകയാണ്. അവസാനത്തെ വാക്ക് കർത്താവായ യേശുവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. അവൻ വേഗം വരുന്നു, ആമേൻ. കർത്താവായ യേശുവേ വരണമേ. അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് ഇത്. ഭയപ്പാടിൻ്റെ പുസ്തകമല്ല. എല്ലാവരും വിശുദ്ധ യോഹന്നാന്റെ വെളിപാട് എത്ര പ്രാവശ്യം പലതവണ ആവർത്തിച്ച് വായിക്കണമെന്ന് സിസ്റ്റർ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.